വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ വാഴക്കുളത്ത് വീടിനു നേരെ കല്ലേറ്. വാഴക്കുളം പള്ളിക്കുന്ന് പെരിയക്കോട്ടിൽ റിജോയുടെ സ്ഥലത്ത് ഫ്ലെക്സ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് കല്ലേറിൽ കലാശിച്ചത്. വ്യാഴാഴ്ച അർദ്ധരാത്രിയാണ് വാഴക്കുളം പള്ളിക്കുന്ന് പെരിയക്കോട്ടിൽ റിജോയുടെ വീടിന് നേരെ ബൈക്കിലെത്തിയ സംഘം കല്ലെറിഞ്ഞത്. റിജോയുടെ സ്ഥലത്ത് ഫ്ലെക്സ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ തർക്കമാണ് കല്ലേറിൽ കലാശിച്ചത്. ഇത് മൂന്നാം തവണയാണ് സ്ഥലത്ത് ഫ്ലെക്സ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. 2021 സമാനമായ രീതിയിൽ LDF പ്രവർത്തകരുമായി തർക്കം ഉടലെടുത്തിരുന്നു. റിജോയുടെ അനുവാദം കൂടാതെ ഫ്ലെക്സ് സ്ഥാപിച്ചതാണ് തർക്കത്തിന് കാരണമായത്. ഇത്തവണയും റിജോയുടെ അനുമതിയില്ലാതെ മതിലിൽ LDF ബുക്ക്ഡ് എന്ന് എഴുതിയിരുന്നു. ഇതിനെ റിജോ ചോദ്യം ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പ്രശ്നത്തിൽ ഇടപെട്ട ഇലക്ഷൻ കമ്മീഷൻ എഴുതിയത് മായ്ക്കുന്നതിനായി നിർദ്ദേശം നൽകി. ഇതിനെ തുടർന്നുള്ള വൈരാഗ്യമാണ് കല്ലേറിൽ കലാശിച്ചതെന്ന് റിജോ പറഞ്ഞു. മതിലിന്റെ സൈഡിൽ LDF ബുക്കിടെന്നും പറഞ്ഞവർ പെയിന്റ് അടിച്ചു വെച്ചു. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു പാർട്ടിക്കാരനോട് പറഞ്ഞു, നിങ്ങൾ 2 പ്രാവശ്യവും ഇങ്ങനെ ചോദിക്കാതെ വെച്ച വിഷയം ഉണ്ടായിട്ട് നിങ്ങൾക്കറിയാം. ഇപ്രാവശ്യം നിങ്ങൾ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങളവിടെ പരസ്യം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നടപടി എടുക്കുമെന്ന് അവരോട് എടുക്കുന്നതായിട്ട് പറഞ്ഞു. പക്ഷേ അവരതൊന്നും വകവെച്ചില്ല. അവർ പരസ്യം എഴുതി. ഇതിൻ്റെ പിറ്റേ ദിവസം ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. വൈകിട്ട് അവർ നടപടിയെടുത്തു, അതിൻ്റെ പരാതി സ്വീകരിച്ചു, അത് മായ്ച്ചും കളഞ്ഞു. അപ്പോൾ ഇന്നലെ ഇലക്ഷൻ കഴിഞ്ഞ് വൈകിട്ട് ഒരു 8:30 വീട്ടിലിരുന്നപ്പോൾ എനിക്ക് ഇറങ്ങി വാടാ, കുറെ ഭയങ്കരമായിട്ട് തെറി, പറയാൻ കൊള്ളില്ല അത്രയ്ക്ക് തെറി വിളിച്ചപ്പോൾ ഞാനും മമ്മിയും പുറത്തിറങ്ങിയപ്പോൾ 2 പേര് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് ബൈക്കിൽ നിന്ന്. ഭയങ്കരമായ തെറി, ഒരു രീതിയും പറയാൻ കൊള്ളാത്ത വൃത്തിയോട് ഭയങ്കരമായിട്ട് വിളിച്ച് പറയുന്നു. അവർ അരമണിക്കൂർ തെറി പറഞ്ഞ ശേഷം അവർ മുകളിലേക്ക് പോകുന്നു. പിന്നെ രാത്രി ഒരു 12 മണിയോടുകൂടി 11:57 ഒരു ഭയങ്കര ശബ്ദം കേട്ടിരുന്നത്. ശരിക്കും നമ്മൾ ഒരു മരണഭീതി ഉളവാക്കുന്ന ശബ്ദമാണ് കേട്ടോ. ഭയങ്കര എന്തോ പൊട്ടുന്ന ശബ്ദം കിട്ടും. അപ്പോൾ ഞാനും മമ്മി ഇറങ്ങി വന്നപ്പോൾ വീടിൻ്റെ പുറകെ കാണുന്നതാണ് വീടിൻ്റെ ജനലിന്റെ ഗ്ലാസ് പൊട്ടിക്കിടപ്പുണ്ട്. 2 കല്ലും ഇവിടെ കിടപ്പുണ്ട്. റിജോയുടെ വീടിന്റെ മുൻവശത്തെ ജനൽ ചില്ലാണ് തകർന്നത്. 2 കല്ലുകളാണ് എറിഞ്ഞത്. ബുള്ളറ്റിലെത്തി ഒരാൾ കല്ലെറിയുന്നതും മടങ്ങിപ്പോകുന്നതും റിജോയുടെ വീട്ടിലെ CCTVയിൽ വ്യക്തമാണ്. അമ്മയും റിജോയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. വലിയ രീതിയിലുള്ള ശബ്ദത്തോടെയാണ് കല്ല് വീണതെന്നും ഭയപ്പാടോടെയാണ് പുറത്തിറങ്ങിയതെന്നും റിജോ പറഞ്ഞു. വാഴക്കുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മാത്യു കുഴൽനാടൻ MLAയും UDF പ്രവർത്തകരും സ്ഥലത്തെത്തി സന്ദർശനം നടത്തി. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് മാത്യു കുഴൽനാടൻ ആവശ്യപ്പെട്ടു. ഒരു രീതിയിലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായത്. റിജോ പെരിയക്കോട്ടിലിന്റെ വീട്ടില് ഇന്നലെ പാതിരാത്രി ഏതാണ്ട് 12 മണിയോടടുപ്പിച്ച് ഏതാനും സാമൂഹ്യ വിരുദ്ധര് വന്ന് അതിഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ആ വീട്ടിൽ താമസിക്കുന്ന പ്രായമുള്ള ഒരു അമ്മച്ചിയും മകനും മാത്രമാണ് ഉണ്ടായിരുന്നത്. അമ്മച്ചിക്ക് വലിയ മരണഭയം ഉണ്ടാകുന്ന പോലെ, ബോംബ് പൊട്ടുന്ന പോലുള്ള വലിയ ശബ്ദം കേട്ട് എഴുന്നേറ്റ് വരുമ്പോൾ തീവ്രമായ കല്ലേറും ആക്രോശവും അക്രമവും ഒക്കെ നടത്തി ജനൽ ചില്ലുകളെല്ലാം പൊളിച്ച് അക്രമികൾ ഇവിടെ വീട്ടിൽ കടന്നു കയറിയുള്ള അക്രമമാണ് നടത്തിയത്. തീർച്ചയായിട്ടും ഇത് സാമൂഹ്യ വിരുദ്ധരാണ്. ഇതുപോലൊരു നടപടിയെ ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ കഴിയില്ല. ഇതില് ശക്തമായ പ്രതിഷേധം, ശക്തമായ ഒരു വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ പോലീസ് വന്ന് മൊഴിയെടുത്തിട്ടുണ്ട്. ഈ കാര്യത്തിൽ നടപടി ഉണ്ടാകണം, ഉണ്ടായേ പറ്റൂ. ശക്തമായ നടപടി ഉണ്ടായില്ല എങ്കിൽ ഞങ്ങൾ അതിനെ മറ്റ് ലെവലിലേക്ക് എലിവേറ്റ് ചെയ്യേണ്ടി വരും. ആദ്യ ഇത് എന്ന നിലയ്ക്ക് സ്വാഭാവികമായിട്ടും നിയമം അല്ലെങ്കിൽ ഇവിടുത്തെ ക്രമസമാധാന പാലനം നടത്തേണ്ട പോലീസിന്റെ ഉത്തരവാദിത്വം അവർ നിറവേറ്റുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഇവിടെ ഇപ്പൊ അത് ആദ്യത്തെ സംഭവമല്ല. ഇതിനു മുമ്പും ഈ വീട്ടിൽ തന്നെ ഈ ഏതാനും സാമൂഹ്യ വിരുദ്ധർ ഇതിനു മുമ്പും ഇതുപോലുള്ള അക്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ അത് അവരൊരു ശൈലിയാക്കി കൊണ്ടുനടക്കുകയും മുൻകാലങ്ങളിൽ വേണ്ടത്ര നടപടി ഉണ്ടാകാത്തതിന്റെ അല്ലെങ്കിൽ ലാഘവം ഉൾക്കൊണ്ടാണ് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും ഇത് ഞങ്ങൾ അംഗീകരിച്ചു കൊടുക്കില്ല. തീർച്ചയായിട്ടും യുക്തമായ നിയമ നടപടി ഉണ്ടാകണം, ഉണ്ടായേ പറ്റൂ. ഉണ്ടായില്ല എങ്കിൽ ഞങ്ങളത് ശക്തമായ പ്രതിഷേധവും നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.